ഭാഗം കൂടി ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമം ദൗത്യ സംഘം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോഴുള്ള ആകെ കൂടെയുള്ള പരിമിതി ഈശ്വര മൽപ്പെ പ്രതികരിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പറയാം, നിങ്ങൾ കണ്ടിട്ട് ഇത്ര എല്ലാ വീക്ഷകർ കണ്ടിട്ടുണ്ട്. പിന്നെ നാളെ കാലിലെ പിന്നെ ഞാൻ 10 നാളെയെങ്കിൽ ആ 3 നാളിലെ ബോഡി തെരച്ചിട്ട് ഞാൻ മേലെ പോകും. കണ്ട സാധനങ്ങൾ ഇനിയും ഉണ്ടോ കൂടുതൽ? ഇപ്പൊ ഇത്ര കിട്ടി, ഇനി ഇത്ര കാണില്ല. സ്ഥലങ്ങളിലും അർജുന്റെ ലോറി അല്ല അല്ലേ? അല്ല കൺഫേം അല്ല ഇത്. നാളെ ഉണ്ട്. നാളെ എത്ര വരെ നമുക്ക് പറയാം. അപ്പുറത്തനൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യും കണ്ടിപ്പായി. കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടതുണ്ടോ? അത് നാളെ ഇപ്പൊ എനിക്ക് ഇൻഡിപെൻഡൻസ് ഇത് കൊടുക്കുന്നത് ഈശ്വർ മാൽപ്പയാണ് പറഞ്ഞത്. എത്ര ദിവസമാണെങ്കിലും 3 പേരുടെയും സാന്നിധ്യം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ താൻ തിരിച്ചു പോവുകയുള്ളൂ. നാളെ തിരച്ചിൽ തുടരും എന്നാണ് ഈശ്വർ മാൽപ്പെ സൂചിപ്പിച്ചത്. ഇപ്പോൾ കണ്ടെത്തിയതൊന്നും തന്നെ അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല എന്നും ഈശ്വർ മൽപ്പെ പറഞ്ഞു. കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടാവുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. 3 പേരെ കണ്ടെത്തുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി താൻ നാളെ തന്നെ എത്തും. കൂടുതൽ സൗകര്യങ്ങൾ വേണോ എന്ന കാര്യത്തിൽ താൻ സ്വന്തം നിലയിൽ ഇതിൽ വരും. ആ കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. അതിൻ്റെ പേരിൽ താൻ അത് ചെയ്യും എന്നാണ് ഈശ്വർ മൽപ്പെ സൂചിപ്പിച്ചത്. MLA സാർ മേലെ വന്നിട്ട് SP സാർ അവർ പറയൂ. എല്ലാ കാര്യങ്ങളും SP സാർ പറയും. SP സാർ MLA എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കണ്ട് നിങ്ങൾ കണ്ടല്ലോ, എല്ലാ വീക്ഷകർ കണ്ടത് 2 വണ്ടി എടുത്തിട്ട് അവരിപ്പോ എന്നെ അപ്പൊ അറിയും. ഇപ്പൊ അത് ഏത് വണ്ടി അറിയത്തില്ല. ഇപ്പൊ 2 വണ്ടിന്റെ ഇത് കിട്ടി, ಟೈರ್ ಈ 2 ಗಾಡಿದು ನಮಗೆ ಒಂದು ಟೈರ್ ಒಂದು ಶೇಪ್ ಸಿಕ್ಕಿದಾಣ. ಈಗ SP ಸರ್ ಮತ್ತೆ MLA ಸರ್ ಹೇಳ್ತಾರೆ ಮೇಲೆ ಬಂದು ಏನಂತ ಗೊತ್ತಿಲ್ಲ ಸರ್. ನಾನು ಏನಾದ್ರು ಅದ್ರ ಬಗ್ಗೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಗಾಡಿ ಅಡಿಯಲ್ಲಿ ಸಿಕ್ಕಿದ್ ನಾ ಮಾಡಿದ್ದೀನಿ ನಾನು. ಒಂದು 50 ಫೀಟ್. ಓಕೆ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് കരക്ക് കയറിയിരിക്കുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് പുഴയിൽ, ഗംഗാവലി പുഴയിൽ ഇറങ്ങിയതാണ് മൽപ്പെ. ഇത്രയും സമയം വെള്ളത്തിനടിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം വലിയ വൈകാരികമായ ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ആ 3 കുടുംബത്തിന് താൻ നൽകിയ ഉറപ്പാണ്. ആ വാഹനത്തിൻ്റെ ഭാഗമോ എന്തെങ്കിലും ഒന്ന് കണ്ടെടുത്ത് തരും എന്നുള്ള ഒരു ഉറപ്പ് കുടുംബങ്ങൾക്ക് നൽകിയതാണ്. അത് നിറവേറ്റുന്നത് വരെ താൻ ഈ ഗംഗാവലി പുഴയിൽ ഉണ്ടാകും എന്ന് പറയുകയാണ് ഈശ്വർ മൽപ്പെ. പക്ഷേ മൽപ്പെ മാത്രമാണ് ഇന്ന് മുങ്ങാനുള്ളത് എന്നുള്ള പരിമിതി കൂടി അവിടെ ആ ദൗത്യത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയണം.